ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വരുക്കും സ്വാഗതം. നമ്മുടെ മലയാള സിനിമയ്ക്ക് ആദ്യമായിട്ട് 50 കോടി കേരള ഗ്രോസും വേൾഡ് വൈഡ് ഗ്രോസും ഓവർസീസ് 50 കോടി ഗ്രോസ് എല്ലാം തന്നെ കാണിച്ചു തന്ന അതേ ലാലേട്ടനാണല്ലോ കേരളത്തിൽ ആദ്യമായിട്ട് 50 കോടി ഷെയർ കളക്ഷൻ കാണിച്ചു തന്നത്. ഇപ്പോഴത് തുടരും എന്ന സിനിമയുടെ 33 ദിവസത്തെ കൃത്യമായി കേരള ഷെയർ കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അത് പ്രകാരം തുടരും സിനിമയുടെ കേരള തിയേറ്റർ ഷെയർ 50 കോടി 25 ലക്ഷം പിന്നിട്ടിരിക്കുകയാണ്. സിനിമയുടെ കേരള ഷെയർ കൊണ്ട് തന്നെ ഏകദേശം 10-20 കോടി രൂപയാണ് തുടരും സിനിമയുടെ നിർമ്മാതാവ് പ്രോഫിറ്റ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. തുടരും സിനിമയുടെ കേരള ഷെയറും എമ്പുരാന്റെ കേരള ഷെയറും തമ്മിൽ നിലവിൽ 11 കോടിയുടെ വ്യത്യാസം വന്നിരിക്കുന്നു എന്നുകൂടി ഈ വീഡിയോയിലൂടെ പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. കേരളത്തിൽ തുടരും എന്ന സിനിമയുടെ തരംഗമെല്ലാം തന്നെ കാണുമ്പോഴാണ് എമ്പുരാൻ എന്ന സിനിമ എത്രത്തോളം അണ്ടർ പെർഫോം ആണ് നിലവിൽ കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നത്. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം എമ്പുരാൻ ഒരു ക്ലീൻ പോസിറ്റീവ് ലഭ്യമായ സിനിമയല്ലോ. പോസിറ്റീവ് ലഭ്യമായിരുന്നെങ്കിൽ ഏത് ലെവലിലേക്ക് സിനിമയുടെ കളക്ഷൻ പോയേനെ എന്നതിന്റെ സൂചനയാണ് ഇപ്പോഴത്തെ തുടരും സിനിമ നൽകിയിരിക്കുന്നത്. തുടരും എന്ന സിനിമയുടെ കേരള ഷെയറും കേരള ഗ്രോസും അല്ല ഇപ്പോഴും മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ 14 കോടിയിലധികം കളക്ഷനും പിന്നെയുള്ള ദിവസങ്ങളിൽ ചില ദിവസങ്ങളിലെങ്കിലും കേരളത്തിൽ 10 കോടിയിൽ പരം കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ്. എന്നാൽ തുടരും ഇത്രയധികം പോസിറ്റീവ് നേടിയെടുത്തിട്ടും ഒരൊറ്റ ദിവസം പോലും കേരളത്തിൽ 10 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ കടന്നിട്ടില്ല എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തുടരും സിനിമയ്ക്ക് ഇനിഷ്യലായിട്ട് ലഭ്യമായ സ്ക്രീൻ കൗണ്ടും ഒപ്പമുണ്ടായിരുന്ന ക്ലാഷ് റിലീസ് എല്ലാം തന്നെയാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് തുടരും എന്ന സിനിമയുടെ നിലവിലുള്ള 120 കോടിയോളം കേരള കളക്ഷൻ ഒന്നും തന്നെയല്ല ഇനിയും കേരള ബോക്സ് ഓഫീസിന്റെ പൊട്ടൻഷ്യൽ. എമ്പുരാൻ പ്രതീക്ഷയ്ക്കൊത്തെങ്കിലും ഉയർന്നിരുന്നെങ്കിൽ നിസ്സാരമായിട്ട് കേരളത്തിൽ 100 കോടി കളക്ഷൻ നേടിയെടുത്തേനെ. നല്ല പോസിറ്റീവ് അഭിപ്രായങ്ങൾ സിനിമ നേടിയെടുത്തിരുന്നെങ്കിൽ തുടരും ഇപ്പോൾ 120 കോടിയോളം കളക്ഷനിലേക്കാണ് കേരളത്തിലേക്ക് എത്തപ്പെട്ടതെങ്കിൽ 150 കോടിയിൽ പരം കളക്ഷൻ എങ്കിലും എമ്പുരാൻ കേരളത്തിൽ നിസ്സാരമായിട്ട് നേടിയെടുത്തേനെ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ലാലേട്ടൻ സിനിമ വലിയ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തി ആ സിനിമ പോസിറ്റീവ് നേടിയെടുത്താൽ കിട്ടുന്നൊരു ലെവൽ കളക്ഷൻ തന്നെയായിരിക്കും മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ എന്ന നിലവിൽ അനുമാനിക്കാം. അപ്പോൾ ലാലേട്ടന്റെ അടുത്ത വമ്പൻ പ്രൊജക്റ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇനി ഛോട്ടാ മുംബൈ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ അടുത്തയാഴ്ച തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണല്ലോ ഛോട്ടാ മുംബൈ. ജൂൺ 6 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ കേരളത്തിൽ ആദ്യ പ്രദർശനം എത്ര മണിക്ക് ആരംഭിക്കും എന്നതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇന്ന് വന്നിരിക്കുന്നു. അത് പ്രകാരം അടുത്ത വെള്ളിയാഴ്ച ജൂൺ 6 തീയതി രാവിലെ 10 മണിക്കായിരിക്കും സിനിമയുടെ കേരളത്തിലെ ആദ്യ പ്രദർശനം ആരംഭിക്കുക. അപ്പോൾ കാത്തിരിക്കാം ഛോട്ടാ മുംബൈയുടെ റിലീസ് വാർത്തകൾക്ക്.